നഗരസഭാ കൗൺസിലർമാരായ ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും കയ്യേറ്റം ചെയ്തതായി പരാതി. കൊട്ടാരമറ്റത്തെ കൗൺസിലറായ ബിജു മാത്യൂസാണ് പോലീസിൽ പരാതി നൽകിയത്. നഗരത്തിലെ ഓട്ടോ സ്റ്റാൻഡ് സംബന്ധിച്ച വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താൻ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതരായ പുളിക്കക്കണ്ടം സഹോദരങ്ങൾ തന്നെ കയ്യേറ്റം ചെയ്യുകയാണെന്ന് പരാതിക്കാരൻ പറഞ്ഞു. അതേസമയം ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ പ്രതികരണം. കൗൺസിലർമാർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഈ സമയം ചേംബറിൽ ഉണ്ടായിരുന്നുവെന്നും ബിനു പുളിക്കക്കണ്ടം. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രമേയം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ക്ഷുഭിതനായിക്കൊണ്ട് എൻ്റെ മേലെ പാഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഈ ബിജു പുളിക്കക്കണ്ടവും ഇവർ രണ്ടുപേരും ചേർന്ന് എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടായി. തോമസ് കുട്ടി നെച്ചിക്കാടൻ തടയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഉന്തി മാറ്റി അദ്ദേഹം വീഴാനും തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്തോട്ട് പാഞ്ഞെടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവർ രണ്ടുപേരും ഒരാളുടെ കൈ എൻ്റെ തോളിൻ്റെ തട്ടിയിട്ടുണ്ട്. ഞാൻ അതിലും ഒന്ന് വേച്ച് പോയി. പെട്ടെന്ന് തന്നെ ഞാൻ ഇവർ വഴക്ക് സ്വഭാവക്കാരാണെന്നുള്ള മുൻവിധി എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാനും അല്പം ഒഴിഞ്ഞു മാറിയാണ് നിന്നിരുന്നത്. ഞാൻ ചാടി ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ് ചെയ്തത്. തികച്ചും അവാസ്തവമായ ഒരു പരാതി അത്. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ അല്പം ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും. അതിൽ കവിഞ്ഞ യാതൊരു സംഭവവും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, കൗൺസിലർമാരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഇതെല്ലാം നിൽക്കെ ഇങ്ങനൊരു പരാതിക്ക് എന്താണ് അടിസ്ഥാനമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത ഒരുപക്ഷെ ഈ ഭരണത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ, അത് അകത്തു നിന്നുണ്ടോ പുറത്തു നിന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടത് UDF നേതൃത്വമാണ്.